അള്ളാഹു വിശ്വാസി സമൂഹത്തിന് അനുഗ്രഹിച്ചു നൽകിയിട്ടുള്ള ഒരു വിശ്വാസിക്ക് പോലും സ്വപ്നം കാണാൻ സാധിക്കാത്ത അനുഗ്രഹങ്ങളെ കൊണ്ട് അള്ളാഹു ധന്യമാക്കിയ പരിശുദ്ധ റമദാൻ മാസം അതിന്റെ അവസാന സമയങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് സർവ ഐശ്വര്യത്തോടെയും പ്രൗഢിയോടെയും നമ്മിലേക്ക് നിശ്ചയിക്കപ്പെട്ട റമദാൻ മാസം ചില ഹൃദയങ്ങൾ കഴിയുകയും ചില ഹൃദയങ്ങൾക്ക് ഇളക്കം കൊടുക്കാൻ പറ്റാതെയും നമ്മിൽ നിന്ന് യാത്ര ചോദിക്കാനിരിക്കുന്ന അവസാന ആഴ്ചകളിലേക്കാണ് എത്തിയിട്ടുള്ളത്. ചില ആളുകൾ പറയുന്നത് പോലെ അന്ത്യനാൾ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ വർഷങ്ങൾ മാസങ്ങളെപ്പോലെയും മാസങ്ങൾ ആഴ്ചകളെപ്പോലെയും ആഴ്ചകൾ ദിവസങ്ങളെപ്പോലെയും ദിവസങ്ങൾ മണിക്കൂറുകളെപ്പോലെയും വളരെ പെട്ടെന്ന് അവസാനിച്ചുകൊണ്ടിരിക്കുന്നൊരു അന്തരീക്ഷമാണ്, അനുഭവമാണ് ഇന്ന് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ അടുത്ത റമദാനിൽ നമ്മൾ ആരൊക്കെയുണ്ടാകും? ഇതുപോലെ നോമ്പനുഷ്ഠിക്കാനും നോമ്പ് തുറപ്പിക്കാനും പള്ളികൾ സജീവമാക്കാനും ഖുർആൻ ഓതാനും നമ്മളിൽ എത്ര പേര് അടുത്ത റമദാനിൽ നമുക്ക് ജീവനുണ്ടാകും എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തവരാ. അതുകൊണ്ടാ ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പ്രബോധനത്തിനയക്കുമ്പോ മുആദിനെ യാത്രയാക്കുന്ന നബിതങ്ങൾ പെട്ടെന്ന് പറഞ്ഞു, മോനെ മുആദേ, ഒരു പക്ഷേ നീ തിരിച്ചു വരുന്നത് എന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും. അത് കേട്ട സെക്കൻഡിൽ കരയുന്ന സഹാബാക്കളോടൊപ്പം മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഞാൻ മരിക്കുന്നതുവരെ എന്റെ കണ്ണുകൾ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പുഞ്ചിരിയോടെ നബിതങ്ങൾ പറഞ്ഞു, എന്റെ ഖബറിന്റെ അരികിലൂടെയായിരിക്കും നീ തിരിച്ചു വരിക. അത്രയേറെ നമ്മളുടെ ഓരോരുത്തരുടെയും മരണം തൊട്ടടുത്തുണ്ട്. ആ റമദാനിൽ നമുക്ക് അല്ലാഹു അവസരം തന്നിട്ടുണ്ടെങ്കിൽ റമദാൻ കൊണ്ട് പടച്ച റബ്ബ് ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് നമ്മളിൽ എത്ര പേർക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ റമദാനിന്റെ അവസാന രാവുകൾ ഉള്ളം പിടയുന്നതാണ്. ഉള്ളം പിടയുന്നുണ്ടെങ്കിലും ആശ്വസിക്കാനുള്ള വകുപ്പും വിശ്വാസികൾക്കുണ്ട്. കാരണം അനുവദിക്കപ്പെട്ട ഭക്ഷണം അങ്ങേയറ്റം ദാഹമുണ്ടായിട്ടും നമ്മൾ ആ വെള്ളം വേണ്ടെന്ന് വെച്ചു. നമ്മൾ അധ്വാനിച്ച പണം കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമുണ്ടായിട്ടും ഒരു സമയം വരെ നമ്മൾ ആ ഭക്ഷണം വേണ്ടെന്ന് വെച്ചു. നമ്മളിൽ പലർക്കും വലിയ തിരക്കുണ്ടെങ്കിലും ജമാഅത്തിന് നമ്മൾ പള്ളിയിലേക്കെത്തി. ഏതൊക്കെ തിരക്കിന്റെ ഇടയിലാണെങ്കിലും അള്ളാഹുവിന്റെ ഖുർആൻ നമ്മൾ പാരായണത്തിന് സമയം കണ്ടെത്തി. കയ്യിൽ 5 പൈസ ഇല്ലെങ്കിലും ഒരാൾ കൈനീട്ടുമ്പം കൊടുക്കാതെ പോകാൻ നമ്മളെ മനസ്സ് സങ്കടപ്പെട്ടു. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളം പിടയുന്നുണ്ടെങ്കിലും വലിയൊരു സമാധാനവും അവർക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓരോരുത്തരും എത്തി നിൽക്കുന്നത് ഫിനിഷിംഗ് പോയിന്റില. അതുകൊണ്ടാണ് മുൻഗാമികളായ ഉലമാക്കൾ രേഖപ്പെടുത്തിയതും, നിങ്ങൾ തുടക്കത്തിൽ എത്ര പേരോടി, ആ ഓട്ടത്തിൽ ആരൊക്കെ മുൻപിലെത്തി, പിന്നീട് ആ മുൻപിലെത്തിയവർ ആരൊക്കെ വഴിയിലേക്ക് തട്ടിയിട്ടു, ഇതൊക്കെ റബ്ബ് പരിശോധിക്കുന്നതും കൂലി നിശ്ചയിക്കുന്നതും അതിന്റെ അവസാനത്തിലാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതും, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീമ. ഇന്നമൽ അഅ്മാലു, ഒരു മനുഷ്യന്റെ പ്രവർത്തനത്തിന് റബ്ബ് പ്രതിഫലം നൽകുന്നത് ബിൽ ഖവാതീമി, അതിന്റെ അവസാനാവസ്ഥയെ നോക്കിയിട്ടാണ്. അവന്റെ തുടക്കത്തിൽ ആവേശം കണ്ടിട്ടല്ല, അവന്റെ തുടക്കത്തിലുള്ള ഭംഗി കണ്ടിട്ടല്ല. ബിൽ ഖവാതീമി, അതിന്റെ അവസാനമെത്തുമ്പോൾ എത്രത്തോളം ആത്മാർത്ഥമായി അവൻ അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പരിശോധിച്ചിട്ടാണ് ഇന്നമൽ അഅ്മാൽ, അള്ളാഹു ഓരോ പ്രവർത്തനത്തിനും കൂലി നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാ ഒരിക്കൽ ഒരു യുദ്ധക്കളത്തിൽ 6ഓളം ശത്രുക്കളെ കൊണ്ടൊരു സ്വഹാബി മുന്നേറുകയാണ്. കണ്ടു നിൽക്കുന്ന പല സഹാബാക്കളും അസൂയയോടെ പറഞ്ഞു, നബി തങ്ങളെ, 6 ശത്രുക്കളെ അവൻ വകവരുത്തിയിട്ടുണ്ട്. അവനൊക്കെ റബ്ബിന്റെ ഉന്നത സ്ഥാനത്തായിരിക്കും.
പക്ഷേ സംസാരിച്ച സ്വഹാബത്തിന്റെ മുഖത്ത് നോക്കി നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഇന്നഹു ഫിന്നാർ, അവൻ നരകത്തിലാണെന്നാണ് റബ്ബിന്റെ ഓർമ്മപ്പെടുത്തൽ. അത്ഭുതത്തോട് സഹാബത്ത് നോക്കി നിൽക്കുമ്പോ ഏഴാമത്തെ ശത്രുവുമായി യുദ്ധം നടത്തുന്നതിനിടയിൽ ശത്രുവിന്റെ വെട്ടേറ്റവന്റെ കൈക്കൊരു മുറിവ് പറ്റി. രക്തമൊഴുകുകയും വേദന സഹിക്കാൻ പറ്റാതാവുകയും ചെയ്തപ്പോ 6 ശത്രുക്കളെ കൊന്ന അവന്റെ സ്വന്തം വാള് അതിന്റെ പിടിഭാഗം മണലിലേക്ക് പിടിച്ചു കുത്തിത്താഴ്ത്തി മൂർച്ചയുള്ള ഭാഗം മുകളിലേക്ക് വെച്ച് ആ സ്വഹാബി അതിന്റെ മേലേക്ക് കമന്നു വീണു. ആത്മഹത്യ ചെയ്ത ആ മനുഷ്യനെ ചൊല്ലി നബി തങ്ങൾ പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിൽ ഖവാതീമി, അല്ലാഹു ഒരു മനുഷ്യന്റെ അവൻ ചെയ്ത കർമ്മത്തിന്റെ കൂലി നിശ്ചയിക്കുന്നത് അതിന്റെ അവസാനത്തോടടുക്കുമ്പോ അവൻ എത്രമാത്രം അതിൽ ആത്മാർത്ഥത കാണിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ ത്യാഗത്തിന്റെ പരിശ്രമത്തിന്റെ അടയാളം ഒരിക്കലും നമ്മളെ ജീവിതത്തിൽ നിന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എന്തിനായിരുന്നു റമളാൻ? ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ പട്ടിണി കടന്നതോടുകൂടി ശരീരമൊക്കെ ഒന്ന് സെറ്റായി, പട്ടിണിയുടെ വില നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഇതൊക്കെ ഒരു കേവലം യാന്ത്രികമായ ഭൗതിക കാര്യങ്ങൾ മാത്രമാണ്. ഇതല്ല റബ്ബ് നമ്മളെ കൊണ്ട് റമളാനിനെ കൊണ്ട് ഉദ്ദേശിച്ചത്. മറിച്ച് റബ്ബ് ഓർമ്മപ്പെടുത്തി, ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന, തിരിച്ചുള്ളൊരു യാത്രയെ സ്വപ്നം കാണുന്ന, എന്റെ യാത്ര റബ്ബിന്റെ സ്വർഗത്തിലെ അവസാനിക്കാവൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന ഒരു തഖ്വക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് റമളാൻ. ആ തഖ്വ നേടാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആ അധ്വാനം നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തതെങ്കിൽ അത് നിലനിർത്താൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം നമുക്ക് ആ മാറ്റം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നമുക്ക് തോന്നുന്നുണ്ടൊരു മാറ്റം എനിക്കുണ്ടായിട്ടുണ്ട്, നിസ്കാരത്തിലും അല്ലാത്ത കാര്യത്തിലൊക്കെ എനിക്കൊരു ഭംഗി വന്നിട്ടുണ്ട്, എനിക്കെന്തോ പള്ളിയുമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നുന്നവൻ പടച്ചോനോട് പ്രാർത്ഥിക്കണം, റബ്ബേ അതെനിക്ക് നിലനിർത്തി തരണം, എന്റെ ജീവിതത്തിൽ നിന്നും ആ ഒരു തഖ്വ നീ നഷ്ടപ്പെടുത്തരുത് റബ്ബേ. കാരണം ആ പ്രാർത്ഥനയാണ് അടിമയെ അള്ളാഹു ആദരിക്കാനുള്ള അവകാശം. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു, കുൽ, നബിയെ അവരോട് പറയണം, മാ യൗബഹു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ പടച്ചോ നിങ്ങൾക്കൊരു വിലയും തരൂല, ഒരു സ്ഥാനവും പടച്ചോ നിങ്ങൾക്ക് തരൂല. അതുകൊണ്ട് നേടിയെടുത്തതൊക്കെ നിലനിൽക്കണം റബ്ബേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാഥന്റെ അരികിലേക്ക് അടുക്കണം. നേടിയെടുത്തത് നഷ്ടപ്പെടുത്തുന്നതൊന്നും എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് റബ്ബിന്റെ മുൻപിൽ നമ്മൾ സാക്ഷി പറയണം. കാരണം നോമ്പിന്റെ കൂലി അള്ളാഹുവിന്റെ അടുത്ത് നമുക്ക് കാണണം, അതിൽ കുറവുകൾ ഉണ്ടാകരുത്. മഹാനായ അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രം നബി തങ്ങൾ ഉലമാക്കൾ പിൻകാലഘട്ടത്തിന് ഓർമ്മപ്പെടുത്തി കൊടുത്തു. അത്താ ഉസ്സലമി നല്ല കാർപ്പറ്റ് നിർമ്മിക്കുന്നവനായിരുന്നു, പരവതാനി തുന്നുന്നവൻ. അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും മുഴുവൻ കഴിവുകളും എടുത്ത് അദ്ദേഹം ഭംഗിയുള്ള ഒരു പരവതാനി നെയ്തു. അദ്ദേഹം പലരോടും പറഞ്ഞു, എന്റെ ആയുസിന്റെ ലക്ഷ്യമായിരുന്നു ഇത്, എന്റെ മുഴുവൻ കഴിവും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഭംഗിയാർന്ന ആ പരവതാനി എടുത്ത് മദീനയിലെ ചന്തയിൽ വന്ന് അദ്ദേഹം വിൽപ്പന ആരംഭിച്ചു. പക്ഷേ വന്നു നോക്കുന്ന ഓരോരുത്തരും അതിങ്ങനെ തിരിച്ചും മറച്ചും നോക്കിയിട്ട് പറഞ്ഞു, അത്താ ഉസ്സലമി ഈ ഭാഗം ഒന്നും കൂടി തുന്നായിരുന്നു, അത്താ ഉസ്സലമി ഈ കളർ ഒന്ന് മാറ്റായിരുന്നു. വന്നു പോയവർ മുഴുവനും അതിന്റെ ഓരോ പോരായ്മകളെപ്പറ്റി സംസാരിച്ചപ്പോ അത്താ ഉസ്സലമി ഹൃദയം പൊട്ടി കരയാൻ തുടങ്ങി. കണ്ടു നിൽക്കുന്ന സഹാബത്ത് ചോദിച്ചു, എന്തിനാ അത്താ ഉസ്സലമി, അത് അവരുടെ കുറ്റം പറച്ചിലല്ലേ? അത്താ ഉസ്സലമി റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു, ഞാൻ കരഞ്ഞത് എന്റെ വിരിപ്പിനവർ കുറ്റം പറഞ്ഞതുകൊണ്ടല്ല, ഇത്രയേറെ ത്യാഗം ചെയ്ത് ഇത്രയേറെ ക്ഷീണം സഹിച്ച് ഞാൻ എന്റെ ജീവിതത്തിൽ വലിയൊരു സമ്പാദ്യമാണെന്ന് കരുതിയ എന്റെ ഈ ഒരു പരവതാനിക്ക് അത്രയും കുറ്റം അവർ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെ നമസ്കാരത്തിന്, എന്റെ നോമ്പിന്, എന്റെ ഇബാദത്തിന് അള്ളാഹു കുറ്റം പറയുന്ന രംഗം ഞാൻ ആലോചിച്ചു പോയി. അത് ശരിയായിട്ടില്ല എന്ന് റബ്ബ് പറയുമ്പോ എന്റെ പരവതാനിക്ക് കുറവുണ്ടെന്ന് പറഞ്ഞവരെ മുൻപിൽ വെച്ച് എനിക്കത് മാറ്റി തുന്നാം, ആ കളർ എനിക്ക് മാറ്റാം, ഒരാളും എന്നെ നിയന്ത്രിക്കില്ല, എന്റെ കൈ പിടിക്കാൻ വരൂല. പക്ഷെ എന്റെ റബ്ബിന്റെ മുൻപിൽ നിന്റെ നോമ്പ് ശരിയായിട്ടില്ലടോ എന്ന് റബ്ബ് പറയുമ്പോ തിരിച്ചു നോക്കാൻ എനിക്കൊരവസരമുണ്ടാകില്ല. നോമ്പൊന്ന് ഭംഗിയാക്കാൻ എനിക്ക് നോമ്പ് നോക്കാൻ ആഖിറത്തിൽ പടച്ചോൻ സ്ഥാനവും തരൂലെങ്കിൽ അതാലോചിച്ചപ്പോ
എനിക്ക് വല്ലാതെ സങ്കടം തോന്നി. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, നോറ്റത് റബ്ബിനു വേണ്ടിയാണെങ്കിൽ, വയറിനു വേണ്ടിയിട്ടല്ലെങ്കിൽ, ഓരോരുത്തരും നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അല്ലാഹുമ്മ ജഅൽ ഖൈറ ഉംരി ആഖിറഹു, അല്ലാഹുമ്മ ജഅൽ, റബ്ബേ നീ എനിക്കാക്കിത്തരണം, ഖൈറുൻ ഏറ്റവും നന്മയാക്കിത്തരണം, ഉംരി ആഖിറഹു എന്റെ അവസാന നാളുകൾ, എന്റെ വാർദ്ധക്യത്തിൽ, എന്റെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ഖൈറാക്കിത്തരണം റബ്ബേ. വഖൈറു അമലി, എന്റെ ഇബാദത്തുകൾ, ഞാൻ ചെയ്യുന്ന സർവകർമ്മങ്ങളും എനിക്ക് ഖൈറാക്കിത്തരണം. ഖവാതീമഹു, അതിന്റെ പര്യവസാനത്തിൽ, അവസാനാവസ്ഥയിൽ ഞാൻ ആ തുടക്കത്തിൽ ചെയ്ത ആ ആവേശം എന്റെ അവസാനത്തിലേക്ക് എനിക്ക് ഉണ്ടാവണം റബ്ബേ. ഞാൻ ആ പങ്കെടുത്ത തറാവിഹിന്റെ ക്വാളിറ്റി ഈ റമദാനിന്റെ അവസാന രാവുകളിൽ എനിക്ക് ഉണ്ടാവണം റബ്ബേ. അതുകൊണ്ട് എന്റെ അമലുകൾ തുടക്കത്തിൽ എത്ര ഭംഗിയായിരുന്നോ അതേ ഭംഗി എന്റെ അവസാന സമയത്തും ആ കർമ്മങ്ങളിൽ എനിക്കുണ്ടാക്കിത്തരണം. വഖൈറു അയ്യാമി, എന്റെ ദിവസങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ദിവസം നീ ആക്കിത്തരേണ്ടത് യൗമി അൽഖാക, നിന്നെ കണ്ടുമുട്ടുന്ന ദിനമാകണം. നിന്നെ കണ്ടുമുട്ടുന്ന ദിവസമാണ് റബ്ബേ എന്റെ ഏറ്റവും നല്ല ദിവസമായിട്ട് നീ എനിക്ക് മാറ്റിത്തരേണ്ടതും. ആ ഒരു ദിവസത്തിലേക്കുള്ള യാത്രയാണ് നമ്മളെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാൻ വിട പറഞ്ഞാലും അതിന്റെ ഒരു തഖ്വ, അതിന്റെ ഒരു ഭംഗി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകും. അതുണ്ടാകുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ റമദാൻ നമ്മെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമതായി, പാപമോചനത്തിന്റെ മാസമായിരുന്നു. ഹൃദയം തുറന്ന് റബ്ബിനോട് കരഞ്ഞ മാസം. ചെയ്തു പോയ സർവ്വ പാപങ്ങളും അള്ളാഹുവിന്റെ മുൻപിൽ കരഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച മാസം. ഇനിയൊരു തീരുമാനമെടുക്കണം, ഞാൻ ഇനി തെറ്റാവർത്തിക്കുകയില്ല. ഇനി എന്റെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടൊരു പാപത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയില്ല. വല്ലാഹി, ലോകത്തിന്റെ നബിത്തങ്ങൾ പഠിപ്പിച്ചതുപോലെ, വല്ലാഹി എന്റെ റബ്ബാണേ സത്യം, ഇന്നീ ലഅസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, ഞാൻ എന്റെ റബ്ബിനോട് കരഞ്ഞിട്ടുണ്ട്, എന്റെ ഹൃദയം റബ്ബിന്റെ മുൻപിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ഇനി എന്റെ നാഥാ വഅതൂബു ഇലൈഹി, നിന്നിലേക്ക് ഞാൻ എന്റെ പശ്ചാത്താപം ഏൽപ്പിക്കുന്നു റബ്ബേ. അറിവില്ലാത്ത പ്രായത്തിലും ജീവിതത്തിന്റെ തിരക്കുകളിലും ആസ്വാദനത്തിലും പലതും പറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ. എല്ലാം നിന്നിലേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു പാപവും ചെയ്യാത്ത നബിത്തങ്ങള് ദിവസം 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാറുണ്ടായിരുന്നു. ജീവിതത്തിന്റെ പാപങ്ങളിൽ ഒരെണ്ണം കിട്ടാത്ത നമ്മളും അസ്തഗ്ഫിറുല്ലാഹ് എന്നാവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതുകൊണ്ടാ ഇസ്ലാമിന്റെ അവസാന ഘട്ടം, ലോകത്തുള്ള പല ആളുകളും ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സമയം ശത്രുക്കൾ എല്ലാവരും ഇസ്ലാമിന് കീഴൊതുങ്ങി. ഇസ്ലാമിന്റെ തണലിലേക്ക് പലരും കയറി വരുമ്പോ റബ്ബ് റസൂലിന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട്, പ്രവാചകരെ, നിങ്ങളിലേക്ക് ജനങ്ങൾ വരുന്നത് കണ്ടാൽ, ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഇസ്ലാം ലോകത്ത് വിജയിച്ചു, മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് പ്രവേശനം തുടങ്ങിയെങ്കിൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം നബിയെ. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം റബ്ബിന്റെ ദഅവത്തേറ്റെടുത്ത് ഒരു ജനതയെ, ഒരു സംഘത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മാറ്റിയ ലോകത്തിന്റെ റസൂലിനോട് പടച്ചോൻ പറയാ എന്ന് കരുതി ഞാൻ ചെയ്തതല്ലേ ഇതൊക്കെ, അതുകൊണ്ട് ഇതൊക്കെ എനിക്ക് വലിയ ഗുണാവെന്ന് വിചാരിക്കല്ലേ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ രക്ഷിതാവിനോട് നീ സ്തുതികീർത്തനം പറഞ്ഞുകൊണ്ടിരിക്കണം. നിനക്കത് ചെയ്യാൻ പറ്റിയതിന്, നിനക്ക് മാറാൻ പറ്റിയതിന്, നിന്നെ കൊണ്ട് വെളിച്ചം കിട്ടിയതിന്, ഈ സമൂഹത്തിന് പണിയെടുക്കാൻ പറ്റിയതിന്, ആരോഗ്യം കിട്ടിയതിന്, ഭക്ഷണം കിട്ടിയതിന്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു, എന്നിട്ട് നിന്റെ കൂട്ടത്തിലേക്ക് വന്ന മറ്റുള്ളവർക്ക് വേണ്ടിയും നീ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കണം. ഇന്നഹു കാന തവ്വാബാ, അവൻ തൗബ സ്വീകരിക്കുന്നവനാ. അറിഞ്ഞു ചെയ്ത പാപങ്ങളിൽ പലതും റബ്ബിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ആ തെറ്റിലേക്ക് പോകാതിരിക്കാൻ ശ്രമിക്കണം. നാഥാ, എന്റെ ഹൃദയത്തെ സബ്ബിത്ത് കൽബി അലാ ദീനിക, നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണം റബ്ബേ. കാരണം നീയെ ഞങ്ങളെ സ്നേഹിക്കുന്നവനുള്ളൂ. ഞാൻ മരിച്ചാൽ സെക്കൻഡ് വ്യത്യാസത്തിൽ ഞാൻ ഇല്ലെങ്കിലും ദുനിയാവ് മുന്നോട്ട് പോകും. ഞാൻ മരിച്ചാൽ 3 ദിവസമേ എന്റെ കുടുംബക്കാരന്റെ വീട്ടിൽ നിൽക്കൂ. ഞാൻ മരിച്ചാൽ 3 മാസമേ എന്റെ മക്കൾ ഒരു പക്ഷേ സ്വിച്ചുകൾ പലതും ഓഫാക്കൂ. ഞാൻ മരിച്ചാൽ 1-2 കൊല്ലത്തിനിടയിൽ അവർക്ക് വേറെ വാപ്പയോ വേറെ ഉമ്മയോ വരും. അതുകൊണ്ട് ദാദാ, എന്നെ ജീവിതത്തിലും കബറിലും സഹായിക്കാൻ നീയേ ഉള്ളൂ റബ്ബേ എന്ന
ഹൃദയം തുറന്ന കണ്ണീരോടുകൂടി പാപങ്ങൾ ഓരോന്നും പടച്ചോന്റെ മുൻപിലേക്ക് ഏറ്റുപറയണം. പ്രത്യേകിച്ച് ഈ മാസത്തിന്റെ അവസാനം 7-ാം ആകാശത്തു നിന്നും റബ്ബൊന്നാം ആകാശത്തേക്ക് വരും. 2 കൈകളും നെട്ടിയിട്ട് ചോദിക്കും, സൽ, അടിമകളെ നിങ്ങൾ ചോദിക്കി, കിടന്നുറങ്ങല്ലേ, റോട്ടിലേക്ക് പായല്ലേ, കരിച്ചതിനും പൊരിച്ചതിനും വെപ്രാളപ്പെടല്ലേ, ഷോപ്പിംഗ് മാളുകൾ കയറിയിറങ്ങല്ലേ, സൽ, ചോദിക്കും മനുഷ്യരെ, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പുറത്തരും. വ്യഭിചരിച്ചിട്ടുണ്ടോ? അള്ളാന്റെ മുൻപിൽ നിങ്ങൾ കണ്ണീരണിയല്ലേ? നിങ്ങൾ തോന്നിവാസം ചെയ്തിട്ടുണ്ടോ? രക്ഷിതാക്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ കുടുംബത്തോട് അന്യായം ചെയ്തിട്ടുണ്ടോ? ആരാന്റത് പിടിച്ചു പറിച്ചിട്ടുണ്ടോ? മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടോ? വാക്കുരാവിട്ട് സംസാരിച്ചിട്ടുണ്ടോ? മനുഷ്യനെ കൊന്നതിലേക്ക്, കൊലപാതകത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? എന്തോളം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ശരി, സൽ, നിങ്ങൾ എന്നോട് ചോദിക്കെന്നും പറഞ്ഞ് അള്ള 7-ാം ആകാശത്ത് നിന്ന് 1-ാം ആകാശത്തേക്ക് വരുന്ന സമയം അതിന് ആളുകൾ പരിഹസിച്ചു, പടച്ചോന് പ്രത്യേക വണ്ടിയുണ്ടോ? അള്ള ഊർന്നാണോ വരിക? അള്ള ഊടിയിട്ടിട്ടാണോ വരിക എന്ന് ചിന്തിക്കല്ലേ. ഓരോ രാവും, അവസാനത്തെ 10ന്റെ ഓരോ രാവും ആകാശലോകത്തിന്റെ തൊട്ടടുത്ത് പടച്ചോനുണ്ട്. അള്ളാനെ അറിയണം. റോട്ടുമ്മക്കൂടെ നടക്കുമ്പോ, തിരക്ക് കാണിക്കുമ്പോ, പടച്ചോനെ മറന്ന് ജീവിക്കാൻ ഒരുങ്ങുമ്പോ 1-ാം ആകാശത്ത് പടച്ചോൻ സദാ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തോടുകൂടി നിങ്ങൾക്ക് ആ ദിവസത്തെ ഭംഗിയാക്കാൻ സാധിക്കണം. വിശുദ്ധ ഖുർആൻ എന്റെ കൂടെയുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റണം. ഒരു നിഴലുപോലെ ജീവിതത്തിന്റെ ഏത് പ്രയാസ പ്രതിസന്ധികളിലും ഖുർആൻ എന്റെ കൂടെയുണ്ട്. ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം റബ്ബിന്റെ ഖുർആന. ഓതിയിട്ടുണ്ടോ മനുഷ്യരെ? കണ്ണടച്ച് കേൾക്കാവുന്ന ഭംഗിയിൽ കാര്യങ്ങളുടെ ഖിറാഅത്ത് കേട്ട് ഹൃദയം നമുക്ക് വേദന തോന്നാറുണ്ട്. അള്ളാഹുവിന്റെ ആയത്തുകളിലെ ഓരോ വാക്കുകളിലൂടെ കടന്നു പോകുമ്പോഴും നെഞ്ചിന്റെ അകത്ത് നമുക്ക് മിടിപ്പനുഭവപ്പെടാറുണ്ടെങ്കിൽ ആ റബ്ബിന്റെ അരികിൽ എന്റെ ഖുർആൻ എനിക്ക് ശുപാർശകനാകും എന്ന ഉറപ്പ് നമുക്ക് നേടാൻ സാധിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യന്റെ ജീവിതത്തിലുള്ള ഏത് പ്രയാസങ്ങൾക്കുമുള്ള പരിഹാരം റബ്ബിന്റെ ഖുർആനിലേക്ക് മനസ്സിനെ ഏൽപ്പിക്കുക എന്നുള്ളതാ. ഏത് ടെൻഷനുണ്ടോ, നിങ്ങൾ ഏതെങ്കിലും കൗൺസിലിംഗുകാരന്റെ അടുത്തുപോയിട്ടല്ലാതെ ഇരിക്കേണ്ടത്. നിങ്ങൾക്ക് മാനസിക സംഘർഷമുണ്ടോ, കുടുംബത്തിൽ പരീക്ഷണമുണ്ടോ, അലാ ദിക്രില്ല, ലോകത്ത് ശത്രുക്കൾ പോലും ആഗ്രഹിച്ചു പോകുന്ന ഒരു ഗ്രന്ഥം പടച്ചോന്റെ കലാമ് കയ്യിലുണ്ടായിട്ടും ഒരു 10 പേജോടി അർത്ഥമറിഞ്ഞ് നാഥന്റെ മുൻപിൽ സുജൂദിൽ കണ്ണുനീരൊഴിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സ് കുളിർന്നിട്ടുണ്ടാകും, നിങ്ങളെ മനസ്സ് പ്രകാശപൂരിതമായിട്ടുണ്ടാകും. ഇന്നഹാദൽ ഖുർആന യഹ്ദീ ലില്ലത്തി ഹിയ അഖ്വം, അത് നിങ്ങളെ ചൊവ്വായ പാതയിൽ ഉറപ്പിച്ചു നിർത്തും. പക്ഷേ നമുക്കതിന് നേരം കിട്ടിയിട്ടില്ലെങ്കിൽ, നമ്മളെ സമയം അനുവദിച്ചിട്ടില്ലെങ്കിൽ, ഇനി അങ്ങോട്ടുള്ള ദിനങ്ങളിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ അവതരണ ദിവസമാ. അള്ളാഹുവിന്റെ ലോകത്ത് നിന്നും കാര്യങ്ങൾ ഏറ്റെടുത്ത് മലക്കുകൾ ഭൂമിയിലേക്ക് വരുന്ന ദിനം, റബ്ബിന്റെ ഖുർആൻ അവതരിച്ച ദിനം. ആ ദിനത്തിൽ എന്റെ ഖുർആനിനെ ഞാൻ കൈവിടില്ല എന്ന ഹൃദയവിശ്വാസത്തോടുകൂടി ഖുർആനിനെ നെഞ്ചിലേക്ക് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം. ദാനധർമ്മങ്ങൾ നമ്മൾ സജീവമാക്കിയിരുന്നു എന്ന് കരുതി ദാനധർമ്മം ചെയ്തത് നമ്മളന്ന് മറന്നേക്കണം. ഏതർത്ഥത്തിൽ ദാനം കൊടുത്തവനെ കാണുമ്പോ ഇനി ഒരു ഔപചാരികമായ ഒരു നല്ല രീതിയിലുള്ള ഒരു പെരുമാറ്റം നിങ്ങൾ പ്രതീക്ഷിക്കല്ലേ. ദുനിയാവിലൊന്നും പ്രതീക്ഷിക്കല്ലേ. പടച്ചോന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആഖിറത്തിലേ നിങ്ങൾ പ്രതീക്ഷിക്കാവൂ. എന്നെ കാണുമ്പോ ഒന്ന് നിൽക്കണം. കഴിഞ്ഞ നോമ്പിന് ഞാൻ കൊടുത്തതാ 500, കഴിഞ്ഞ റമളാന് സക്കാത്തിന് ഞാൻ കൊടുത്തതാ 2000 ഇന്ന് ചിന്തിക്കാതെ കൊടുത്ത ദാനധർമ്മം നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് മറന്നേക്കുക. കൊടുക്കാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ത് രസായിരുന്നു റബ്ബേ റമളാനിൽ കയ്യിലുള്ള ഒരാൾക്ക് കൊടുക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം. റമളാനിന്റെ ചൈതന്യവും കൊടുത്ത പണത്തിന്റെ ഭംഗിയും ഹൃദയത്തെ നമുക്ക് വല്ലാത്ത സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയും എനിക്ക് തരണം റബ്ബേ. എന്തിന്? കൊടുക്കാൻ വേണ്ടി, എനിക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. കൊടുത്തതിന്റെ പേരിൽ ഒരു കുറ്റബോധവും തോന്നാനും പാടില്ല. റമളാനിൽ കുറെ വിചാരിക്കാണ്ട് ചെലവ് വന്നു, കുറെ ആൾക്കാർ പിരിവിന് വന്നു, കുറെ അങ്ങനെ അങ്ങ് പോയി. അതുകൊണ്ട് ഇനിയത്തൊരു 3 മാസം വലിയൊരുനാൾ വരെ ഞാനൊന്ന് ടൈറ്റാക്കുകയാണ് കേട്ടോ എന്ന് ചിന്തിക്കല്ലേ. കൊടുത്തതിന്റെ കൂലി പോലും നഷ്ടപ്പെട്ടു പോകും. നാഥന്റെ മാർഗത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൊടുത്തതേ എനിക്കുങ്ങൾക്കുള്ളൂ, ആ കൊടുത്തതേ എന്റെ ഇങ്ങൾക്കും ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ദുനിയാവിൽ അള്ളാഹു നശിപ്പിക്കാനുള്ളതോ മക്കൾ കൊണ്ടുപോകാനുള്ളതോ. നിങ്ങൾ കൊടുത്തത് എത്രയുണ്ടോ അത് നിങ്ങൾ അക്കൗണ്ടിൽ രേഖപ്പെടുത്തി. അതുകൊണ്ട് ഒരാടിനെ അറുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്ത് ആയിഷ റളിയല്ലാഹു തആല അങ്ങനെ ഇരിക്കുമ്പോ
നബിത്തങ്ങൾ ആ വീട്ടിലേക്ക് കയറി വന്ന് ചോദിച്ചു, ആയിഷ, മുഴുവനും ആടിനെ കൊടുത്തോ? കൊടുത്തു പ്രവാചകരെ. എന്തേ ബാക്കിയുള്ളത്? അതിന്റെ കാലിന്റെ ഭാഗത്തുള്ള കറുത്ത കുളമ്പ്, ആ കുളമ്പ് എല്ലടക്കം ഉയർത്തിക്കാണിച്ചിട്ട് ആയിഷ ബീവി തിരിച്ചു പറഞ്ഞു, നബിയെ, ഈ കുളമ്പ് മാത്രമേ ബാക്കിയുള്ളൂ. പുഞ്ചിരിയോടെ നബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു, ആയിഷ, ആ കുളമ്പല്ലാത്തതെല്ലാം നിനക്ക് കിട്ടി, കുളമ്പ് നിനക്ക് കിട്ടാതായിപ്പോയി. അഥവാ കൊടുത്തതേ നമുക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ തിന്നതും വാങ്ങിയതും ഫ്രൂട്ട്സായിട്ട് വാരി പിടിച്ചതും ജീവിതത്തിൽ ചെലവാക്കിയതുമൊക്കെ നമ്മളെ ദുനിയാവിലെ പവറിനും ഭംഗിക്കും വേണ്ടിയാ. ഒരാൾക്കൊരു 10 കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെനിക്കിങ്ങൾക്കും ബാക്കിയായതാ. അതിന്റെ പേരിൽ മനസ്സിൽ കൊടുത്ത കുറെ കൂടിപ്പോയി, വല്ലാത്ത കുറെ എല്ലാ ഭാഗത്തുനിന്നൂടി തിരുവാര് വന്നു, 5-6 ആൾക്കാർ വന്ന് കൈയിട്ടുമ്പം റെസീറ്റ് പിടിച്ചപ്പോ എന്തേപ്പോ പറയാ എന്ന ബേജാറിനൊക്കെ അതിന്റെ പിന്നിലുണ്ടെങ്കിൽ കൊടുത്തതും പോകും, കൊടുത്ത പൈസയും പോകും എന്ന് തിരിച്ചറിയുക. ഇനിയും കൊടുക്കാൻ റബ്ബ് തരണമേ എന്ന പ്രാർത്ഥനയോടെ ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും സമ്പത്ത് കൊണ്ടും റബ്ബിന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടി ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തണം. അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും മുറുക്കിയെടുത്ത് നാഥനിലേക്ക് അടുക്കാൻ വേണ്ടി കൂടുതൽ പരിശ്രമിക്കുമ്പോ നമ്മൾ തീരാനായി, അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടിയും അടുത്ത വ്യാഴാഴ്ച ആയിക്കൂലേ എന്നൊക്കെയുള്ള ഒരു സമാധാനത്തിലാണെങ്കിൽ പടച്ചോൻ എന്നെ അറിഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ വലിയ അഭിനയ ലോകത്തായിരുന്നു എന്ന്. ആ അഭിനയത്തിന്റെ കൂലി തസ്ല നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന അഗ്നിയായിട്ട് പടച്ചോൻ തിരിച്ചിരുമ്പോ നബിത്തങ്ങൾ മദീനത്തെ പള്ളി പറഞ്ഞൊരു വാക്കുണ്ട്, എത്രയെത്ര സാധുക്കൾക്കാ പട്ടിണി ബാക്കിയായി കിട്ടിയത്, എത്രയെത്ര സാധുക്കൾക്കാ പൈസയൊക്കെ പോയി കിട്ടിയത്, എത്രയെത്ര സാധുക്കൾക്കാ അവരെ ക്ഷീണവും ത്യാഗവും നശിച്ചു പോയത് എന്ന തിരുദൂതന്റെ വാക്കിൽ നമ്മൾ പെടാതിരിക്കാൻ റമളാൻ മാസമേ തീരുന്നുള്ളൂ. നേടിയ ചൈതന്യവും തഖ്വയും നമ്മിൽ നിന്നും വിട പറയുന്നില്ല എന്ന തീരുമാനത്തോടെ പ്രാർത്ഥനയോടെ നാഥനിലേക്ക് അടുത്തു നിൽക്കാൻ സാധിക്കണം. അങ്ങനെ ചിന്തിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് നമ്മളെ കോഴിക്കോട് ജില്ലയിൽ സിറ്റിയിൽ വളരെ രസകരമായ ഒരു ഓഫറും അതോടനുബന്ധിച്ചുണ്ടായ ചില പ്രയാസങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു രൂപക്ക് 2500 രൂപയുടെ മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ പല കുട്ടികളും രക്ഷിതാക്കളും 3 മണി മുതൽ ആ സ്ഥാപനത്തിന്റെ മുൻപിൽ ക്യൂവിലായിരുന്നു എന്നുള്ളതും അതിനുവേണ്ടി മക്കളെ വിളിച്ചുണർത്തി പറഞ്ഞയപ്പിച്ചു എന്നുള്ളതും എത്രത്തോളം ഓഫർ എന്ന ഒരു വിഷയത്തിൽ നമ്മൾ ഉൾപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു വലിയ യാഥാർത്ഥ്യമാണ്. ആ കിട്ടുന്ന ഓഫറിൽ ലഭിക്കുന്നതൊക്കെ മാക്സിമം 4, 5, 10 കൊല്ലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എങ്കിലൊരിക്കലും അവസാനിക്കാത്ത ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അതിരുകളില്ലാത്ത വലിയൊരു ഓഫറിനെ പറ്റി അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. 1000 മാസങ്ങളെക്കാൾ പുണ്യമാക്കപ്പെട്ട ഒരു രാവ് അല്ലാഹു നിങ്ങൾക്കൊരു ഓഫറായി നിശ്ചയിച്ചു തന്നു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 83 കൊല്ലം, 83 വയസ്സ് വരെ, 1 വയസ്സ് മുതൽ 83 വയസ്സ് വരെ അവൻ ചെയ്യുന്ന ഇബാദത്ത് ഒരു രാത്രി കൊണ്ട് അല്ലാഹു അവന്റെ രേഖയിൽ രേഖപ്പെടുത്തും. 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ആ ഒരു ദിവസം, അതിനുവേണ്ടി ഒരു ഭാഗത്ത് ആളുകൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ചില ആളുകൾ അലംഭാവത്തോടുകൂടി അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൽ അർഹരാവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം.
പൂർണ്ണമായിട്ടും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് സാധ്യമാകുന്ന മണിക്കൂറുകൾ അത്രയും എഴുത്തിക്കാത്തിരിക്കാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഖുർആൻ ഓതിയും ദിക്റുകൾ ചൊല്ലിയും റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടി നമ്മൾ ഈ സമയത്തെ ഉപയോഗപ്പെടുത്തണം. പൂർണ്ണമായിട്ടും നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിലും സാധ്യമാകുന്ന മണിക്കൂറുകൾ, സാധ്യമാകുന്ന സമയങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് അടുക്കാൻ വേണ്ടി അതിന്റെ ഒരു അംശമെങ്കിലും കിട്ടാൻ, 83 കൊല്ലത്തിൽ ഒരു 10 കൊല്ലെങ്കിലും കിട്ടാൻ എന്നൊരു മനസ്സോടുകൂടി അല്പമെങ്കിലും ലഭിക്കാൻ അള്ളാഹുവിന്റെ ഈ ദിവസങ്ങളെ ജീവിപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ ഫിത്ർ സക്കാത്തിന്റെ വിഷയവും, ഗർഭിണിയിലിരിക്കുന്ന കുട്ടികൾക്ക് ഫിത്ർ സക്കാത്തില്ല. പക്ഷേ പെരുന്നാളിന്റെ തലേന്ന് വൈകുന്നേരം 6, 7, 8 മണിക്ക് മാസം കാണുന്നതിന്റെ തൊട്ടു മുൻപ് പ്രസവിച്ച കുട്ടിയാണെങ്കിൽ പോലും അവർക്ക് ഫിത്ർ സക്കാത്തുണ്ട്. ആ ഫിത്ർ സക്കാത്തിന്റെ കണക്ക് കൃത്യമായി പാലിച്ച് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് അതെത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് പള്ളി കമ്മിറ്റിക്കാരെ ബാധ്യതയല്ല, നോമ്പ് നോറ്റോന്റെ ബാധ്യതയാണ്, ഓരോ വിശ്വാസിന്റെയും ബാധ്യതയാണ്. അതിന് കമ്മിറ്റിക്കാർ ഇത് അവിടെ തരണം, ആടെ കൊടുക്കണം, ഇവിടെ 140 തരണം എന്ന് പറഞ്ഞിട്ട് പോംവിളിക്കാൻ കാത്തുക്കണമെന്നല്ല. നിങ്ങളത് നിങ്ങളുടെ നോമ്പിൽ വല്ല പോരായ്മയും പറ്റിയിട്ടുണ്ടെങ്കിൽ അതുപോലും പരിഹരിക്കാൻ ഫിത്ർ സക്കാത്തിന് സാധിക്കും. ജനിച്ചു വീണ ഓരോ കുട്ടിയുടെയും നിർബന്ധമാണെന്നും അത് സാധുക്കളുടെ അവകാശമാണെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. പിന്നെ ആവശ്യമില്ലാതെ കിട്ടുന്നവർക്കങ്ങ് പോരട്ടെ എന്ന് കരുതിയിട്ട് വാങ്ങിക്കുന്നവരാണെങ്കിൽ അത് അള്ളാഹുവിനോട് അവരുത്തരം പറയട്ടെ എന്നാണ് ഉലമാക്കളുടെ രേഖപ്പെടുത്തൽ. അതുകൊണ്ട് തന്നെ ഫിത്ർ സക്കാത്ത് എത്രയാണോ നമ്മളുടെ നിശ്ചയിക്കപ്പെട്ട വിഹിതം അതെത്രയും പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രദ്ധിക്കണം. അത് കൊടുക്കേണ്ടത് എപ്പോ എന്നുള്ള ചോദ്യത്തിന് പോലും മനുഷ്യൻ നമസ്കാരത്തിന് പള്ളിയിലേക്ക് പോകുന്നതിന്റെ മുൻപ് അവരാ ഫിത്ർ സക്കാത്ത് കൊടുത്തു തീർത്തിരിക്കണം. ഇന്ന് പലരും പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് കാണാം, ഫിത്ർ സക്കാത്ത് ഉണ്ടായിരുന്നു, തിരക്കിലായിപ്പോയി, കച്ചവട തിരക്കിലായിപ്പോയി, പെണ്ണുങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ല, വാപ്പ പറഞ്ഞില്ല എന്ന് പറയല്ലേ. ആകെ ഓർക്കാനുള്ളത് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഈ അവസാനമാവുമ്പോ ലൈലത്തുൽ ഖദറും ഫിത്ർ സക്കാത്തും ഒക്കെ ഓർക്കാനുള്ളൂ. ആ തിരക്കുകളിൽ നിന്ന് അള്ളാഹു പഠിപ്പിച്ച ഏറ്റവും വലിയൊരു നന്മയെ ഒരിക്കലും അലസമാക്കി കളയാതിരിക്കുക. പെരുന്നാളിന്റെ സുദിനത്തിൽ തക്ബീറോടുകൂടി ഭംഗിയാക്കുക, തക്ബീറോടുകൂടി മുസല്ലയിലേക്ക് വരിക, അള്ളാഹുവിന്റെ മാർഗത്തിൽ കുടുംബബന്ധം ചേർക്കുക, രാവിലെ വരുമ്പം എന്തെങ്കിലും അല്പം കഴിച്ചിട്ട് വരിക എന്നുള്ളതൊക്കെയാണ് ഇസ്ലാമിന്റെ മര്യാദ. ആ കാര്യങ്ങളെല്ലാം ഗൗരവപൂർവ്വം സൂക്ഷിച്ച് ശവ്വാൽ 1 പൊന്നമ്പിളി മാനത്തു തെളിയുമ്പോ ഹൃദയം കൊണ്ട് റബ്ബിലേക്ക് അത് അർപ്പിക്കാൻ പറ്റുന്ന യോഗ്യരാണോ നമ്മളൊക്കെ എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. നബി തങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ വാക്ക് ഒരുപക്ഷേ നമ്മളെയൊക്കെ അവസാനത്തെ റമദാനായിരിക്കും ഇത്. കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ നടക്കുന്ന യുദ്ധം അങ്ങ് ഇറാനിലല്ലേ അമേരിക്കയിലല്ലേ എന്ന് ചിന്തിച്ചിരുന്ന നമ്മളുടെ അടുക്കളയിലേക്ക് പോലും അതിന്റെ പ്രയാസങ്ങൾ കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഭക്ഷണത്തിൽ പോലും നിയന്ത്രണത്തിലേക്ക് ഈ സമൂഹം മാറേണ്ടി വരുന്നുണ്ടെങ്കിൽ, എല്ലാ കുതിരകളിയും പവറും നടക്കണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം പടച്ചവന്റെ ശിക്ഷ ഇറങ്ങിയാൽ മതി എന്നല്ല. അങ്ങ് ഇറാനിന്റെ ഹോർമൂസ് തീരത്ത് അടച്ചാലും നമ്മളെ കഞ്ഞുകുടി മുട്ടുന്ന കോലത്തിലേക്ക് കാര്യങ്ങളെത്തും. നിങ്ങളിൽ തെറ്റ് ചെയ്തവരെ മാത്രം പടച്ചം പിടികൂടുന്നതല്ല അള്ളാന്റെ ശിക്ഷ. തിരുത്താത്തവരും അനുവാദം കൊടുത്തവരും മൗനം പാലിച്ചവരുമൊക്കെ പടച്ചോന്റെ തീരുമാനത്തിന്റെ ഭാഗമായി കളയും. ആ തീരുമാനം നമ്മളെ നേരെ വരാതിരിക്കാൻ ഹൃദയം തുറന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ എളുപ്പം ഭംഗിയാവാനും ഹൈറായ നിലക്ക് അവസാനിക്കാനും. അങ്ങനെ ചിന്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അബദ്ധങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി മഗ്ഫിറത്ത് നൽകി നിന്റെ സ്വർഗത്തിൽ ഇതേ രീതിയിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട് റബ്ബേ. മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോട് നീ കാരുണ്യം കാണിക്കുകയും ക്ഷമയോടെ അതിനെ നേരിടാൻ കുടുംബങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. മരിച്ചുപോയ സഹോദരീ സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ എല്ലാവരുടെ കബറും നീ വിശാലമാക്കി കൊടുക്കുകയും മഗ്ഫിറത്തും മർഹമത്തും നൽകി ഓരോരുത്തരുടെ കബർ ജീവിതം നീ ഹൈറാക്കി കൊടുക്കുകയും ചെയ്യണമേ.
അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്.